ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞു വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞത്, എനിക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയരുന്നതാണ്. അസെൻഡിങ്, മൈ സോൾ അസെൻഡിങ് ടു ദ ലോർഡ്. അതാണ് പ്രാർത്ഥന. എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ ആ ദൈവത്തെ നോക്കിയിരിക്കും. എന്ത് മനോഹരമായൊരവസ്ഥയാണ്. അതാണ് പ്രാർത്ഥന. നമ്മളൊരുപാട് പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, ഒക്കെ നല്ലതാണ്. നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക്, ശരിക്കുള്ള പ്രാർത്ഥനയിലേക്ക് വരാൻ അതൊക്കെ സഹായിച്ചോളൂ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലെവലിലുള്ള പ്രാർത്ഥന. നിങ്ങൾക്കൊരു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിനെ കൊണ്ടുപോയി പ്രായമായപ്പോഴത്തേക്ക് UKG കൊണ്ട് ചേർത്ത്. ഇത് കഴിഞ്ഞ് പിറ്റേ വർഷവും അവർ പറയുക, UKG മുകളിലോട്ട് വിടാറായിട്ടില്ല, ഒരു വർഷം കൊണ്ട് ഇവിടെ നിൽക്കട്ടെ. പിറ്റേ വർഷവും UKG തന്നെ. ഒരു 4-5 വർഷം ആ കൊച്ച UKG ഇരിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് വിഷം ഉണ്ടാകാതിരിക്കില്ലേ? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ എന്നും UKG മതിയോ? ചിലരെ സംബന്ധിച്ചിടത്തോളം, അച്ഛൻ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ വല്യപ്പനിൽ നിന്നും പഠിച്ചതാണ് കൊന്തയല്ല, അത് അന്ന് മുതൽ ഇന്ന് വരെ അച്ചട്ട. അത് മതിയോ? നമ്മൾ പണ്ടെങ്ങാണ്ട് തുടങ്ങിയ ഒരു പ്രാർത്ഥന, ഒരു ശൈലി, അത് മാത്രം മതിയോ? പോരാ. നമ്മൾ വളരണം. അത് വചനത്തിലാണേലും പ്രാർത്ഥനയിലാണേലും സ്നേഹത്തിലാണേലും ശുശ്രൂഷയിലാണേലും നമ്മൾ വളരണം. എഫേസസ് 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിച്ചു. എഫേസസ് 4-ാം അധ്യായം, എഫേഷ്യൻസ് chapter 4 verses 13 onwards. ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വത, മെച്യൂരിറ്റി. ഇതാണ് എഫേസസ് 4:13 മുതൽ വായിക്കുമ്പോൾ കാണുക, മെച്യൂരിറ്റി. എന്നിട്ട് 14-ാമത്തെ വചനം പറയാണ്, മനുഷ്യർ നിങ്ങളെ ആടി ഉലയ്ക്കാനായിട്ട് പരിശ്രമിക്കും. അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ്, എനിക്കറിയാം ചിലർ ഈ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് ഒരു വെട്ടിക്കെട്ട് പ്രസംഗം അങ്ങ് പറഞ്ഞാൽ മതി, പിറ്റേ ദിവസം വേണേ ഒരു കൊന്ത കൂടുതൽ എലി. നേരത്തെ 1 എലി കൊണ്ടിരുന്നവർ വേണേ 2 എലി. വെട്ടിക്കെട്ട് പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. ഇവിടെ ഞാൻ ഒരിക്കൽ ഒരു ധ്യാനം നടക്കായിരുന്നു. അപ്പോൾ വേറൊരു ടീമാണ് ധ്യാനിപ്പിച്ച. അവരിത് കഴിഞ്ഞിട്ട് അവരൊന്നിച്ച ഗ്രോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ അടുത്ത് നിന്ന് ആളോട് ചോദിച്ചു, ഗ്രോട്ടോയ്ക്കകത്തെ മാതാവിൻ്റെ രൂപം അനങ്ങുന്നുണ്ടോ? അപ്പം അടുത്ത് നിന്നയാളും ശ്രദ്ധിച്ചു. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു, ശരിയാണല്ലോ. അപ്പോൾ അടുത്ത ആളോട് ചോദിച്ചു, അങ്ങനെ കുറേ പേര് കണ്ടു, ചിലർ പറഞ്ഞേ അനങ്ങുന്നൊന്നുമില്ല. ഉടനെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മാതാവ് അനങ്ങാത്തത്, ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് മാതാവ് ആടുന്നത് കാണാൻ പറ്റും. ഒയ്യോ, അന്ന് രാത്രി മൊത്തം അവിടെ നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ഈ അനങ്ങാതെ നിൽക്കുന്ന മാതാവ് പോലെയല്ല, അനങ്ങണ മാതാവാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ട്രാവലർ നിറച്ച ആൾക്കാർ തൃശ്ശൂർ സൈഡിൽ നിന്ന് വന്നാ. ഞാൻ ലോകയില്ലാതെ അവിടെ നിന്നുകൊണ്ട് അവർ ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, ഇവിടുത്തെ അച്ഛനാ. ഓ, വിശ്വംശായിരിക്കട്ടെ. അച്ഛൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരിക, ഞങ്ങൾ കേട്ടു ഇവിടെ ഇവിടെ ആടുന്ന മാതാവുണ്ടെന്ന്. ആ മാതാവിനെ കാണാമെന്ന്. മര്യാദയ്ക്ക് നിൽക്കുന്ന മാതാവിനെ വേണ്ട, ആടുന്ന മാതാവ്. ഇതാ മനുഷ്യൻ്റെ പ്രവണത. പ്രിയപ്പെട്ടവർ, ശരിക്കും നമ്മൾ ആധ്യാത്മികമായിട്ട് നമ്മൾ വളരുക എന്ന് പറഞ്ഞ് ചിലർക്ക് ഇന്നും അവരുടെ തലയ്ക്കകത്തിരിക്കുന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേത്തെല്ലാം കുളിര് കയറണം, പിന്നെ കരണ്ട് പാസ് ചെയ്യണം. ചിലർ നല്ല അഭിഷേകം എന്ന് പറയണമെങ്കിൽ അവരുടെ തല കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വെട്ടിയിട്ട പോലെ വീഴണം. വേറെ ചിലർ പറഞ്ഞതെന്നറിയോ, വെട്ടിയിട്ട പോലെ വീഴുന്നത് പിശാച് ഉള്ളിലുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ കൈവപ്പ് പ്രാർത്ഥനയും കൂടെ വന്നപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വന്നപ്പോഴത്തേക്കും അത് വീണു പോയതാണ്. എന്നിട്ട് ചിലരെയും കണ്ടിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവർ ചൂടെ മസിൽ പിടിച്ചാൽ നിൽക്കുന്നത്. അച്ഛൻ എന്നെ ഉന്തിയാലും ഞാൻ വീഴില്ല, കാരണം എനിക്ക് പിശാചുണ്ടെന്ന് ആരും അറിയണ്ട.
ഇതൊക്കെയാണോ അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന കാര്യം? ഇതൊക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനത്തെ ചില പൊട്ട ആശയങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. ഏറ്റവും വലിയ അഭിഷേകം എന്താണെന്നറിയോ? ഏറ്റവും വലിയ അഭിഷേകം അതറിയാൻ നിങ്ങൾ റോമാലേഖനം 8:35 മുതൽ വായിച്ചാൽ ഇതാണ് ശരിക്കും അഭിഷേകം. അല്ലാതെ ഈ കുളിര് പോരുന്ന അതൊക്കെ ഓക്കെ ആയിക്കോട്ടെ, അസാധാരണമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ ആ കുളിരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. പക്ഷെ നമുക്ക് അത് നമ്മളെ ദൈവാനുഭവത്തിലെത്തിച്ച് ബോധ്യത്തിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ടെങ്കിൽ, കൺവെൻഷൻ കൂടിയാൽ പോരാ, കൺവിക്ഷൻ, ബോധ്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പൗലോസ് പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയ മനുഷ്യരാണ്. റോമാലേഖനം 8:35 മുതൽ, റോമൻസ് ചാപ്റ്റർ 8:35 ഓൺവേഴ്സ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ഹു ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? പൗലോസിലെ പറയാണ്, ആർക്ക് നമ്മെ വേർപെടുത്താൻ പറ്റും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന്? നീല പ്രേമക്കാരെ ഒന്ന് പറിച്ചു മാറ്റാൻ നോക്കി എന്തൊരു പാടാണെന്നറിയും. ദൈവത്തോട് ചിലപ്പോൾ ഒരംശം സ്നേഹം പോലും, അതിൻ്റെ ഒരംശം പോലും ഉണ്ടാവണമെന്നില്ല. ഇവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു വലിയ ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്. ലിസ്റ്റ് അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, മരണം വരെ സൂചിപ്പിച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? സഹനമോ, പീഡനമോ, പട്ടിണിയോ, പഞ്ഞമോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഈ ലോകത്തിനോ, മരണത്തിന് പോലും. അതിനപ്പുറത്തോട്ട് എന്ത് മിസ്ഫോർച്യൂണാണ് ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നത്? മരണം. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇനി അതും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, അത് വന്നാൽ പോലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്കും ഞങ്ങളെ വേർപെടുത്താൻ പറ്റില്ലെന്ന്. ശരിക്കും ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ മരിക്കണതിന് മുമ്പ് എനിക്ക് ഇങ്ങനെയൊന്ന് പറയാൻ പറ്റണമെന്ന് ഓർത്ത്. അതാണ് ആത്മീയത, ഇതാണ് അഭിഷേകം. ഇനി ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടു പോകത്തില്ല. കുറച്ച് നാൾ മുമ്പ് മരിച്ച ഒരു വ്യക്തിയാണ് ജോസഫ് ഈശോ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുമായിരുന്നു. ഞാനും പുള്ളിയുടെ കൂടെ പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടുള്ള. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ഞങ്ങൾ അച്ഛന്മാർ തോറ്റുപോകും. പുള്ളിയുടെ പ്രാർത്ഥനാ ജീവിതം, ഉപവാസം, ശുശ്രൂഷ ജീവിതം, പരസ്നേഹ പ്രവർത്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്തറിഞ്ഞാൽ ഞാൻ ഓർത്തിട്ടുണ്ട് എന്നെ ആ മനുഷ്യൻ്റെ വാലക്കട്ടം കൊള്ളി. അത്രയ്ക്ക് ആധ്യാത്മികത. ഇനി അദ്ദേഹത്തിൻ്റെ മക്കള് സൂചിപ്പിച്ചൊരു കാര്യം, ഡാഡി ആഗ്രഹിച്ചതാണ് നല്ലൊരു മരണം ഡാഡിക്ക് കിട്ടി. നല്ലൊരു മരണം. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാം ഇത് കഴിഞ്ഞ് വേണേ ഒരു മണിക്കൂർ സമയം എടുത്ത് കാണും. എനിക്കെന്തോ ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയെന്ന് പറഞ്ഞ് അപ്പോൾ അവർ ആശുപത്രി കൊണ്ടുപോയി. 1 മണിക്കൂറുടെ എടുത്തുള്ളൂ, ആൾ മരിച്ചു. പക്ഷേ ഈ മനുഷ്യനെ എനിക്കറിയാം, പുള്ളി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഞാൻ റെഡിയാണ്. ഏതായാലും എൻ്റെ ഭാര്യ സൂസി പോയി, ഞാൻ റെഡിയാണ്, എനിക്കും മരിക്കാൻ, എപ്പം വേണേലും മരിക്കാൻ റെഡി. ഈ മനുഷ്യൻ പറഞ്ഞത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാ. അച്ഛാ, ആരെങ്കിലും എൻ്റെ ഭാര്യയും മക്കളെയും ബന്ദികളാക്കിയിട്ട് എന്നോട് പറയാം, നീ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ അവരെ വിട്ടയക്കാം, അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലും. അങ്ങനെ പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നില്ല അച്ഛാ, എനിക്ക് ആ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറ്റുമെന്ന്. ഈ മനുഷ്യൻ അച്ഛനും ബിഷപ്പോ ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല, ഒരു അൽമേനി. അപ്പൊ ആ മനുഷ്യന് ഇത്രയും ബോധ്യം ഉണ്ടായെങ്കിൽ നമുക്ക് ആധ്യാത്മികമായിട്ട് നമുക്ക് വളരാൻ പറ്റും. ഈ വളർച്ച, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഈ വളർച്ച, ഈ ആധ്യാത്മിക വളർച്ച. എന്നിട്ട് നമുക്കും ഇങ്ങനെ പറയാൻ പറ്റണം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്കും എന്നെ വേർപെടുത്താൻ പറ്റില്ല. ഇതിന് നമ്മൾ വളരണം, വളരാതെ പറ്റത്തില്ല. വളർന്നാലേ നമുക്ക് ഇതൊക്കെ സാധ്യമാകത്തുള്ളൂ. നീ മിനിമത്തെ പിടിച്ചിങ്ങനെ അങ്ങ് പോകുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ പല പ്രശ്നങ്ങളും. നിങ്ങൾ ആ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഒന്ന് എടുത്തേ, 5, മാത്യു ചാപ്റ്റർ 5. വളർന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വളർന്നവർക്ക് മാത്രം.
വളരാത്തവർക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭോഷത്വമായിട്ട് തോന്നിയേക്കാം. വളർന്നവർക്ക് മാത്രം. അവസാനത്തെ വചനം 5:48 48 അവസാനത്തെ വചനം വായിച്ചു. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ അവിടെ ഒന്നും എത്താൻ പോകുന്നില്ല. എങ്കിലും യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു കാര്യമാണ് ബി പെർഫെക്റ്റ്. അപ്പം അതുകൊണ്ട് മിനിമം നമ്മൾ ഇങ്ങനെയെങ്കിലും ചിന്തിക്കണം, എനിക്കിനിയും വളരാം, എനിക്കിനിയും വളരാനുണ്ട്, എനിക്കിനിയും വളരാൻ പറ്റും. അതിന് പകരം ഞാൻ പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വളർച്ച അവിടെ കൊണ്ട് തീർന്നു. ഞാൻ ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വളർച്ച മുരടിച്ചു. അപ്പം അതുകൊണ്ട് ഈ വളർച്ച അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇനിയും എനിക്ക് വളരാനുണ്ട്. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അവിടെ എത്തി ആരുണ്ട്? അവിടെ എത്തി ആരെങ്കിലും നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടാവുമോ? സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണനായ വ്യക്തി. നിങ്ങൾ ആ ഹെബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാലും, ഹെബ്രായ ലേഖനം 6:1 മുതൽ വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. പക്വതയിലേക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പെരുമാറ്റം കൊണ്ടും മനോഭാവം കൊണ്ടൊക്കെ നമ്മൾ തെളിയിക്കണം നമ്മൾ പക്വമതികളാണെന്ന്. ഇന്നതിന് പകരം ചിലരുടെ സംസാരം കേൾക്കുമ്പോഴേ കാണാം, പണ്ടൊക്കെ ഈ പിള്ളേർ അയ്യോ എനിക്ക് കിട്ടിയ മീൻ കഷ്ണം കുഞ്ഞായിപ്പോയി, എനിക്ക് വാലാ കിട്ടി, എനിക്ക് തലയാ കിട്ടിയ എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കാൻ എന്തു പാടാ പെടുന്നു. ഇത് രസം. ചില പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, കൊച്ച് ഭക്ഷണം ഒരു കാരണവശാലും ചോദിക്കുകയില്ല, എനിക്ക് വിശക്കണമെന്ന് പറയുകയില്ല, എന്നാലും കഴിപ്പിക്കണമല്ലോ എന്ന് ഓർത്ത് ഇവർ ഈ കൊച്ചിനെ കഴിപ്പിക്കാനായിട്ട് നോക്കുന്നു. ജമ്മം ചെയ്തോ വാതുറക്കത്തില്ല. അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് വരുന്ന ഏക സമയമാണ് കൊച്ചിനെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട്. രണ്ടുപേര് വേണം, എന്നാലേ എന്തെങ്കിലും കഴിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ അവസാനം വേണേ എന്തെങ്കിലും കാർട്ടൂണൊക്കെ ഇട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു സീൻ വരുമ്പോൾ കൊച്ച് നോക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ഉണ്ട എടുത്ത് വായി വെച്ച് കൊടുക്കുക. എന്തൊരു കാലമാണെന്ന് ഞാൻ അവന്. വേറെ ചിലരുടെ ഓവറാ. 7 ഇഡ്ഡലി തിന്ന കൊച്ചായിരിക്കാം, എന്നാലും അല്ല ഒരു 2 കൂടെ കഴിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ട് ബാക്കി കൊണ്ട് നിങ്ങളല്ല പാവപ്പെട്ടവർക്ക് ഒരു ഇഡ്ഡലി പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെയും കൂടെ ഒന്ന് ചിന്തിച്ച് അവരുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ നമ്മൾ ഫോഴ്സ് ചെയ്യാതെ തന്നെ നമ്മുടെ പിള്ളേർ കഴിച്ചോളും. അവരുടെ വിദ്യാഭ്യാസ കാര്യവും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ തമ്പുരാനങ്ങ് ഏറ്റെടുക്കും. കാരണം നമ്മൾ പാപങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരായി മാറുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. നിങ്ങൾ ഗലാത്യർ 2:10 എടുക്കും. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10. ഗലാത്യർ 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. പത്രോസും മറ്റ് ശിഷ്യന്മാരും ഈ പൗലോസിനെ ഒരു അപ്പസ്തോലനായിട്ട്, അപ്പസ്തോലന്മാരുടെ ഗണത്തിലില്ലായിരുന്നെങ്കിലും പൗലോസ് അപ്പസ്തോലനാ. ഈ പൗലോസിനെ അങ്ങനെ നിയോഗിക്കുമ്പോൾ അവനെ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അവനോട് സൂചിപ്പിച്ച ഒരു കാര്യം, ഏക കാര്യമായിട്ടാണ് പൗലോസിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം. എന്നിട്ട് അതിനൊരു പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ ജീവിച്ച് എങ്ങനെ ഇരിക്കും? ഗലേഷ്യൻസ് 2:10 വായിച്ചു. പാവങ്ങളെപ്പറ്റി ചിന്ത വേണമെന്ന്. പാവങ്ങളെപ്പറ്റി നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ, ആഭരണം എടുക്കുമ്പോൾ, പിള്ളേരെ വളർത്തുമ്പോൾ, അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ, അവരെ ടൂറിന് കൊണ്ടുപോകുമ്പോൾ, വാഹനം വാങ്ങിക്കുമ്പോൾ, വീട് വെക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിന്ന് ചില സംഭവങ്ങളൊക്കെ കേട്ടിട്ട് എനിക്കറിയാം. ഇവർ എക്സ്ട്രാ വേഗൻ്റായിട്ട് വീടും ബംഗ്ലാവും ഒക്കെ വെച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് വന്ന ഒരു അപ്പനും അമ്മയും കൂടെ കണ്ണീരോടെ പറഞ്ഞ, അച്ഛാ ഞങ്ങൾക്ക് 2 ആൺപിള്ളേരേ ഉള്ളൂ, ഒരു 14 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്ടിലുണ്ട്, 14 പേർക്ക്. പക്ഷെ അച്ഛനറിയോ, ഞങ്ങൾ ഈ 4 പേർക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നെങ്കിലും അത് ഞങ്ങൾ കഴിക്കാറുള്ളത് 4 സ്ഥലത്തിരുന്നാണ്.
മൂത്തവൻ അവന് വേണ്ടതെടുത്ത് അവൻ്റെ മുറി പോയിട്ട് കഥ അടച്ച് കുറ്റിയിട്ട് ഈ ടാബും ഫോണും ഒക്കെ ഉണ്ട്, അത് വെച്ചോണ്ടാണ്. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ, വെജിറ്റേറിയൻ ഫുഡാണേലും കുഴപ്പമില്ല, നല്ല ചിക്കൻ ഫ്രൈയും അങ്ങനെയുള്ള സാധനമൊക്കെ നമ്മൾ അടിച്ചാൽ മതി, ഫോണെ കിട്ടും, അത് നോക്കിയിരുന്നുകൊണ്ട് കഴിക്കാം. ഏതായാലും ഇവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിപ്പില്ല. ചേട്ടൻ കാണിക്കുന്ന കണ്ടോണ്ട് അനിയനും പറഞ്ഞു ഞാനും അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നു. ഈ അപ്പനും അമ്മയും പറഞ്ഞു പലപ്പോഴും ഞങ്ങൾ കഴിക്കാറില്ല അച്ഛാ, എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും, കാരണം ഇതൊക്കെ കാണുമ്പം എങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വീട് വെക്കുമ്പം പാവങ്ങളെക്കുറിച്ചൊരു ചിന്ത വേണം. നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന ഡോറിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ്, അതിലേക്ക് നയിക്കുന്ന പാത കല്ലും മുള്ളും നിറഞ്ഞതാണ്. നമ്മൾ വീട് വെക്കുമ്പോൾ ഇപ്പം ഫ്രണ്ട് ഡോറിൻ്റെയൊക്കെ വീതി കൂടി വരിക, വലിയ ഷട്ടർ പോലെയായിപ്പോൾ. ചിലപ്പോൾ അതിൻ്റെ ഒരു ശകലം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ചിലപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റിയേക്കും. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഈ മഴ പെയ്യുമ്പോൾ പെര ചോരുന്ന അവസ്ഥയിൽ കഴിയുന്ന ഏതെങ്കിലും പാവങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ ചോർച്ച മാറ്റാനുള്ള ഒരു സഹായം കൊടുത്തിട്ട് നിങ്ങളൊരു ബംഗ്ലാവ് വെച്ചോ, അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരു സുഖം ഉണ്ടാവും. അതിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കും. അതിനകത്ത് വളരുന്ന പിള്ളേർക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവും. ഇന്ന് ദൈവത്തെക്കുറിച്ചോ പാവങ്ങളെക്കുറിച്ചോ ചിന്തയില്ലാതെ ഈ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ലൂക്കാസ് വിശേഷം കൊടുത്തിരിക്കുന്ന ഒരു ടേം ഉണ്ട് കേട്ടോ, അനാവിം ഗോഡ് ഓഫ് ദ പുവർ, പാവങ്ങളുടെ ദൈവം. അപ്പം അതുകൊണ്ട് ദൈവവിചാരമുള്ളവരെന്ന് പറയണമെങ്കിൽ നമുക്ക് പാവങ്ങളെക്കുറിച്ച് ഒരു വിചാരമൊക്കെ വേണം. ഞാനതുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ എനിക്ക് ഫ്രീ ആയിട്ട് പറയാവുന്ന വ്യക്തികളോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ വീട് വെക്കണം, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടേ നിങ്ങൾ വീട് വെക്കാവുള്ളൂ. അപ്പോൾ ആ വീടിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടാവും. നിങ്ങൾ വീട് വെക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ, നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾ ഒരു കുഞ്ഞു വീടാണെങ്കിൽ നിങ്ങൾ അടുക്കള കൊണ്ട് ഈ കർത്താവിൻ്റെ രൂപം വെക്കണം വെച്ചോ ഒരു കുഴപ്പമില്ല, ദൈവത്തിനറിയാം ഇത്ര ഉള്ളെന്ന്. ഇനി അതല്ല, 4000, 5000, 6000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീടിൻ്റെ പ്ലാനിങ് വന്നപ്പോൾ തന്നെ അപ്പം പറഞ്ഞു നമുക്ക് ബാറ് ബേസ്മെൻറ്റിൽ തന്നെ വെക്കാം. വേറെ ബാറുണ്ട് കേട്ടോ പുറത്ത്, അത് കോമൺ ബാറ്, ഇത് പ്രൈവറ്റ് ബാറ് വീടിനകത്ത്. തിരുവല്ല സൈഡിലാണ് ഞാനൊരു വീട് വഞ്ചരിക്കാൻ പോയിട്ട് എൻ്റെ അന്നാമള്ളം കുപ്പിക്കകത്ത് വെള്ളം മുഴുവൻ തീർന്നു. എന്ത് സമയമെടുത്തെന്നറിയോ ആ വെള്ളം അതുപോലെ തീരാനുള്ള കാരണം എന്നെ ബേസ്മെൻറ്റിൽ കൊണ്ട്. ഇതാണ് ബാറ്, അപ്പം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം, ഈ എടുത്തൊഴിച്ചു കൊടുക്കാനുള്ള സ്ഥലം, ഇരുന്ന് കുടിക്കാനുള്ള സ്ഥലം, അതും പോരാഞ്ഞിട്ട് അവരൊരു ബേസൻ കാണിച്ചു. ഇതാണ് വാള് വെക്കാനുള്ള ബേസൻ. കൺസ്ട്രക്ഷനിൽ തന്നെ ഉണ്ട് പ്ലാനിങ്, വാള് വെപ്പുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്. ഞാനിത് കേട്ടപ്പോൾ ഞാൻ പോയി നോക്കി തന്നെ ഇതിൻ്റെ പ്രത്യേകത. അപ്പോഴാണ് മറ്റ് ബേസിനൊക്കെ നമ്മൾ ഈ ഉള്ളിയും കരിയേപ്പില ഒന്ന് താഴോട്ട് പോയി ബ്ലോക്ക് ആക്കാതിരിക്കാൻ വേണ്ടി ഒരു കമ്പിവല പോലത്തെ ഒരു സാധനമുണ്ട്. വാള് വെക്കാനുള്ള ബേസിന് അതൊന്നുമില്ല. പിന്നെ വലിയ കുഴലാണ്, കാരണം വാള് വെക്കുന്ന വിത്ത് കഷ്ണമാണല്ലോ, അത് തടസ്സമൊന്നും വരാതെ നേരെ പോകാൻ വേണ്ടിയാണ്. ഞാൻ പല രാജ്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഇത്രയും അൺഹെൽത്തി ആയിട്ടുള്ള കുടി ഞാൻ കണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. അത് കേരളത്തിൽ നിന്ന് പുറത്ത് പോയവർക്കും ഉണ്ട് കേട്ടോ, അവിടെ ചെന്നെങ്കിലും അൺഹെൽത്തി. ഞാൻ പലയിടത്തും പല രാജ്യങ്ങളിൽ പച്ചന്മാരുടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ബിയറും വൈനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഞാൻ അമേരിക്ക കുറച്ച് നാളുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പള്ളി. ഇനി അവിടെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കബോർഡിനകത്ത് വിസ്കി, ബ്രാൻഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, 6 മാസം കഴിഞ്ഞിട്ടും അരക്കുപ്പി വിസ്കി അവിടെ ഇരുന്നത് അതുപോലെ ഇരിപ്പുണ്ട്. ആരും എടുക്കാത്തതുകൊണ്ട് എനിക്കും പേടിയായിരുന്നു, ഞാനും തൊട്ടില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ അങ്ങനെ ഒരു അരക്കുപ്പി ഇരിക്കണേ? നമ്മുടെ ഇവിടെ പിന്നെ ഒരു ഫുള്ള് പൊട്ടിച്ച 3 പേരെ ഉള്ളതിലും 3/4 കുപ്പിയായപ്പോൾ എല്ലാവരും തൊട്ടിക്കിടന്ന് ആടും പോലെ ആയെങ്കിലും എന്നാൽ നമുക്ക് നിർത്തിയിട്ട് നാളെ കുടിക്കാൻ മേലെ. 3 ഒത്ത ആണുങ്ങൾ ഇരുന്നിട്ട് ഒരു ഫുള്ള് തീർക്കാൻ പറ്റിയില്ലേ? അത് നമുക്ക് നാണക്കേടാ. പിടിക്കടാ, ഒന്നുകൂടെ പിടി.
അങ്ങനെ പറഞ്ഞു നിർബന്ധിച്ച് അവസാനത്തെ തൊള്ളി ഒഴിക്കണതൊക്കെ കണ്ടു കഴിഞ്ഞു. എന്തു ശ്രദ്ധയോടെ, അത്രയും ശ്രദ്ധ കുർബാന അർപ്പണത്തിനുണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് ഡ്രോപ്പ് വരെ ഒഴിച്ച് ആ കുപ്പിക്കകത്ത് വേണേൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയും കൂടെ വരച്ചിട്ട് അതിൻ്റെ പ്രകാശം കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ നീറ്റായിട്ടൊരു കാര്യം ചെയ്ത പോലെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ശരിക്കും നമ്മൾ വീട് വെക്കുമ്പോഴാണേലും മക്കളെ വളർത്തുമ്പോഴാണേലും ഒക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പാവങ്ങളെക്കുറിച്ചൊരു ചിന്ത വേണം. ഞാനിങ്ങനെ പറഞ്ഞു ഇപ്പോൾ കുറച്ച് വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വീട് വെക്കുമ്പോൾ വലിയ വീടൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരു അസൈൻഡ് പ്ലേസ് എന്തിനാണെന്നറിയോ? പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം. എന്തേ അത് നമ്മുടെ തലയ്ക്കകത്ത് വരാത്തെ? ഈ വീടിൻ്റെ പ്ലാനിങ്ങിൽ തന്നെ അപ്പനിങ്ങനെ ബാറിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് തലേ വന്നു. അമ്മ പറഞ്ഞു കിച്ചൺ ടോപ്പ് എങ്ങനെ ഉണ്ടായിരിക്കണം, കിച്ചൺ ടൈൽ എങ്ങനെ ഉണ്ടായിരിക്കണം, അതെല്ലാം അമ്മയുടെ സെലക്ഷനാണ്. രണ്ട് പിള്ളേരും പറഞ്ഞു ഞങ്ങൾക്ക് സെൽഫ് കണ്ടെയ്ൻഡ് റൂം വേണം എന്ന് പറഞ്ഞാൽ പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ടി വരരുത്, പിന്നെ സിറ്റ് ഔട്ട് ഉണ്ടാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരാരുടെയും തലയ്ക്കകത്ത് വന്നില്ല. നമുക്കൊരു പ്രെയർ റൂം, ചെറുത് മതി, ഒരു പ്രെയർ റൂം, 1-2 പേർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു അസൈൻഡ് പ്ലേസ്, പ്രാർത്ഥിക്കാനുള്ള ഒരു അസൈൻഡ് പ്ലേസ് എന്തുകൊണ്ടത് നമ്മുടെ തലയ്ക്കകത്ത് വന്നില്ല? ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ പ്രാധാന്യം കൊടുത്തു, പക്ഷേ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ചില വീട്ടിൽ ചെന്നാൽ ദൈവത്തിന് കിട്ടിയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? വരാന്തയിൽ ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ഗുണമുണ്ട് കേട്ടോ, സന്ധ്യയാകുമ്പോൾ കഥ അടച്ച കർത്താവ് പുറത്ത്, നിങ്ങളകത്ത്. ഞാനത് എന്നെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ദൈവത്തെ നമ്മൾ ആദരിക്കാതെ ദൈവം നമ്മളെ എങ്ങനെ ആദരിക്കും? നിങ്ങൾ 1 സാമുവേൽ 2:30 വായിച്ചു, 28 മുതൽ വായിച്ചു, കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടും. 1 Samuel chapter 2 verses 28, 29 and 30. 1 സാമുവേൽ 2-ാം അധ്യായം കിട്ടിയൊരു വായിച്ചു. ഏലിയും മക്കളും അവർക്ക് ഒരു പുരോഹിത ഗണത്തിൽപ്പെട്ടവർ, അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ വിഹിതം, പുരോഹിതന്റെ വിഹിതം, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് അതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ നമ്മൾ കാണുകയാണ് ഏലിയുടെ മക്കൾക്ക് അതുകൊണ്ട് തൃപ്തരാകാൻ പറ്റിയില്ല. അവര് കർത്താവിൻ്റെ വിഹിതത്തിൽ ആർത്തിയോടെ കണ്ണു നട്ടു. കർത്താവിൻ്റെ വിഹിതം അത് കർത്താവിനുള്ളതാണ്, പുരോഹിതന്റെ വിഹിതം പുരോഹിതനുള്ളതാണ്. കർത്താവിൻ്റെ വിഹിതത്തിൽ ആർത്തിയോടെ കണ്ണു നട്ടു. ഞാൻ അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് നമ്മൾ കാണുകയാണ്. അധ്യായം 1 വായിച്ചു കഴിഞ്ഞാൽ അവസാനം ഇവർ വന്ന് കൈനീട്ടി നിൽക്കുക മനുഷ്യരുടെ മുമ്പിൽ. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്നാ പറ്റി? ഒരു റൊട്ടി മേടിക്കാൻ, ഇച്ചിരി വെള്ളവും റൊട്ടിയും മേടിക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്യാവോ? എങ്ങനെ ജീവിച്ചിരുന്നവരാ ഇപ്പോൾ ഈ കൈനീട്ടി നിൽക്കേണ്ടി വന്നേ? ദൈവത്തെ നമ്മൾ ആദരിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ കർത്താവ് ഒരിക്കലും അനുവദിക്കത്തില്ല. ഞാൻ കേട്ട എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതാ, ആൾക്കാരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എൻ്റെ മുമ്പിലിരുന്ന ഒരു ദമ്പതിമാർ, 2 മക്കളുമുണ്ട്. അവർ പറഞ്ഞ അച്ഛാ, ഒരു 7-8 ലക്ഷം വരെ എല്ലാ മാസവും എൻ്റെ കയ്യിൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവർക്കൊരു ചിന്ത കയറി, ഇതിലും കൂടുതലുണ്ടാക്കാം. നിങ്ങളൊന്നും ചെയ്ത് ഒരു സാമാന്യ മര്യാദയ്ക്ക് ജീവിക്കാൻ 7-8 ലക്ഷം ഒരു മാസം കൈവരുന്ന, ഒരു വർഷമല്ല, ഒരു മാസം തികയല്ലേ? അവർ പറഞ്ഞു അത് ഇതിലും കൂടുതലുണ്ടാക്കാം. അങ്ങനെ പോയതാണ്. ബിസിനസ് തുടങ്ങി, അതിനകത്തെന്തോ പാളിപ്പോയി. അവസാനം അച്ഛാ, ഈ പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിനും ഭക്ഷണം കൊടുക്കാനും ഞങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതെല്ലാം അതോടുകൂടി അവരൊരു പാഠം പഠിച്ചു. സഹായത്തിലാണ് അവർ ജീവിക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ശരിക്കും ജീവിക്കേണ്ട പോലെ ജീവിച്ചാൽ നമ്മൾ പട്ടിണി കിടക്കാനൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾ 30-ാമത്തെ വചനം കൂടി വായിച്ചു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം, വേഴ്സ് 30. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇനി പഴയതുപോലെ ഒന്നും ആയിരിക്കില്ല കളി, പഴയതുപോലെ ഒന്നും ആയിരിക്കില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഇന്നലെ നമ്മൾ കണ്ടല്ലോ,
ദൈവവചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ഉണ്ടാവും. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. എന്നെ നിന്ദിച്ചാൽ എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആദരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുന്നത് നാം ദൈവത്തെ ആദരിക്കുന്നതിൻ്റെ ഒരടയാളമാണ്. പ്രാർത്ഥിച്ച് ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചൊക്കെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ്. പ്രാർത്ഥനയുടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുന്നത് ദൈവാശ്രയത്വം, അത് നമ്മൾ ദൈവത്തെ ആദരിക്കുന്നതിൻ്റെ ഒരു അടയാളം.